ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. എന്താണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്നും അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് ഈ സ്ലൈഡുകളിലൂടെ ഒന്ന് നോക്കാം. ഡ്യൂറിങ് ദ ഏർലി 1950s, അതായത് 1950s കാലഘട്ടത്തിൽ ഫ്രാങ്കോ മോഡ്ഗിലാനിയും അതുപോലെ തന്നെ റിച്ചാർഡ് ബ്രൂംബർഗ്, ഈ രണ്ട് വ്യക്തികൾ കൂടി ഒരു തിയോറി ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ തിയോറി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് പീപ്പിൾ മേക്ക് ഇൻ്റലിജൻറ്റ് ചോയ്സസ് അബൌട്ട് ഹൗ മച്ച് ദേ വാണ്ട് ടു സ്പെൻഡ് അറ്റ് ഈച്ച് ഏജ്. ഓരോ കാലഘട്ടത്തിലും എത്രത്തോളം സ്പെൻഡിങ് വേണമെന്നുള്ളത് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതാണ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റിസോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ തിയോറി പ്രകാരം പറയുന്നത് ഇറ്റ് ഈസ് an ultimate piece of theory which is supported by many years of empirical work. പല ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല എംപിരിക്കൽ വർക്കുകളും അതിലൂടെ നടന്നിട്ടുണ്ട്. But it is more than that. It is life cycle theory that helps us think about a host of important policy questions. പോളിസി ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള പോളിസി ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവുകയും യൂറോപ്പ്, US പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഡിബേറ്റുകളിൽ ഒന്നാണത്. കാരണം എൽഡർലി ഗ്രൂപ്പിൻ്റെ വർധനവ്, അവരെങ്ങനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ലൈഫ് ടൈം, അതായത് മെയിൻ വർക്കിംഗ് ഇയേഴ്സ് ഓഫ് ഹിസ് ലൈഫ്, അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ഇയേഴ്സിൽ അവരെങ്ങനെ സേവിങ് നടത്തുന്നു, എങ്ങനെ അത് ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ്, ഫ്യൂച്ചർ കൺസംഷൻസ് നടത്തുന്നു എന്നുള്ളത്. ഇൻ ഹിസ് ലൈഫ് ടൈം ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഹി അഗെയിൻ ഡിസേവ്സ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഹി അഗെയിൻ ഡിസേവ്സ്, കൺസ്യൂംസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻകം. ഡയഗ്രത്തിൽ നമ്മൾക്ക് കാണാം, ആദ്യത്തെ 20 വർഷം വരെ അത് ലോണായിട്ടോ പാരൻസിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഇൻകമായിട്ട് അവർ വാങ്ങിക്കുന്നു. 20 മുതൽ 65 കാലഘട്ടം വരെയാണ് ഇൻകം ഏണിങ്. ആ കേർവ് കണ്ടാൽ നമുക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെയും ഡിസേവിങ് എന്ന പൊസിഷനിലോട്ട് വരുന്നു. ആ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബിയോണ്ട് ദ ഏജ് ഓഫ് 20 years ആൻഡ് അപ് ടു 65 years, അതായത് 20 വർഷം കഴിഞ്ഞതും അല്ലെങ്കിൽ 65 വർഷം മുൻപുള്ള കാലഘട്ടത്തിലാണ് സേവിങ് നടക്കുന്നത്. ഈ സേവ് ചെയ്ത ഇൻകത്തിലൂടെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുകയും ആദ്യ കാലഘട്ടത്തിൽ ഡെറ്റ്, കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ അവരത് യൂസ് ചെയ്യുന്നു. This can be used, this accumulated. There are two group of people. One group, they may not be giving to their children. സേവിങ്സിൻ്റെ ഒരു ഭാഗം കുട്ടികൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ആവശ്യമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു ഭാഗം. മറുഭാഗത്ത് എന്താണ് ഈ പറയുന്ന ഇൻകം അല്ലെങ്കിൽ ഈ പറയുന്ന സേവിങ് എന്ന് പറയുന്നത് അത് റിലാക്സ്ഡ് ആണ്. അസംഷൻ എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ഭാവിയിലോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഇതിൻ്റെ ന്യൂമറിക്കൽ എക്സാമ്പിളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ന്യൂമറിക്കൽ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ T years ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി, N years ആണ് മൊത്തം സിറ്റുവേഷൻ എങ്കിൽ the consumption of individual in a period depends on the factors highlighted by life cycle theory. It can be expressed in the form of equation, and to do so, let us consider an individual of a given age with an additional life expectancy. അഡീഷണൽ ലൈഫ് എക്സ്പെക്റ്റൻസി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. T years, and it intends to retire from working after serving for N years more. അപ്പോൾ അഡീഷണൽ ലൈഫ് എക്സ്പെക്റ്റൻസി ആണ് T years, N years ആണ് അവർ സേവ് ചെയ്യുന്ന ഒരു കാലഘട്ടം. Let us then suppose that in current period and thereafter in his long lifespan whole, the individual will consume a constant proportion. ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻകം അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിനായിട്ട്
നമുക്കുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സി ടി. അപ്പോൾ ഇക്വേഷൻ നമുക്ക് നോക്കാം. സി ടി ഇസ് ഈക്വൽ ടു 1/t. 1/t ആണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുന്നത്. YLT, Y ക്യാപിറ്റൽ ലെറ്റർ L T എന്നാണ് അവിടെ. YLT പ്ലസ് n-1/EL പ്ലസ് WT. അതിൽ സി ടി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻ ദ കറൻറ്റ് പീരീഡ് ടി. YLT എന്ന് പറയുന്നത് Y ക്യാപിറ്റൽ ലെറ്റർ L T, ഇൻകം ഏൺഡ് ഡ്യൂറിങ് ഫ്രം ഡൂയിങ് സം ലേബർ ഇൻ ദ കറൻറ്റ് പീരീഡ്. കറൻറ്റ് കാലഘട്ടത്തിൽ തൊഴിൽ ചെയ്ത് ഇൻകം ഏൺ ചെയ്യുന്നതിനെ YLT എന്ന് പറയുന്നു. n-1 എന്ന് പറയുന്നത് റിമൈനിങ് ഫ്യൂച്ചർ ഇയേഴ്സ് ഓഫ് ഡൂയിങ് സം ലേബർ വർക്ക്. അതായത് ബാക്കിയുള്ള വർഷത്തിനെയാണ് n-1 എന്ന് പറയുന്നത്. YEL എന്ന് പറയുന്നത് ദ ആവറേജ് ആനുവൽ ഇൻകം എക്സ്പെക്റ്റഡ് ടു ബി ഏൺഡ് ഓവർ n-1. n-1 ഇയേഴ്സ് ആണ് ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ YEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആനുവൽ ഇൻകം എക്സ്പെക്റ്റഡ് ടു ബി ഏൺഡ് ഓവർ n-1 ഇയർ. ഈ n-1 ഇയർ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് YEL എന്ന് പറയുന്നത്. WT എന്ന് പറഞ്ഞാൽ പ്രസൻ്റ്ലി ഹെൽഡ് വെൽത്ത് ഓർ അസെറ്റ്, വെൽത്തിന് അല്ലെങ്കിൽ അസെറ്റിന്. അപ്പോൾ നമ്മളൊന്നും കൂടി പറയാണ്, സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്തിനെല്ലാം അതിൽ ഇൻക്ലൂഡഡ്, അതായത് YLT എന്ന് പറയുന്നത് ഇപ്പോൾ ഏൺ ചെയ്യുന്ന ഇൻകം, n-1 എന്ന് പറയുന്നത് ഇനി ബാക്കി ഏൺ ചെയ്യാൻ ബാക്കിയുള്ള വർഷങ്ങൾ, YEL എന്ന് പറയുന്നത് ബാക്കിയുള്ള വർഷങ്ങളിൽ ഏൺ ചെയ്യുന്ന ഇൻകം, WT എന്ന് പറയുന്നത് വെൽത്ത് അല്ലെങ്കിൽ അസെറ്റ്. It can be observed from the above equation that life cycle hypothesis suggests that consumption in any period does not depend only on current. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൺസംഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇൻകത്തമ്മ മാത്രമല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. To estimate the behavior of consumer on the basis of life cycle hypothesis, one is required to make some assumption how people their expectations regarding labor income over their lifetime. എങ്ങനെയാണ് ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നത്, എക്സ്പെക്റ്റേഷൻസ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. In the study of this function for United States, and there is also another person. We have already said about Modigliani, and we have already said about the two persons that have been included in this theory, Franco Modigliani and Albert. But now another person is that Ando, and he was the person, he also made assumption that expected future labor income is simply a multiple of current labor income. So expected labor income അത് നമുക്ക് അറിയണം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് കറണ്ട് ഇൻകത്തിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു YEL എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഇൻകമാണ്. അതുപോലെ തന്നെ ബീറ്റ YLT എന്ന് YLT കറണ്ട് ഇൻകമാണ്, ബീറ്റയാണ് ഈ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. This assumption implies that people revise their expected labor by change in current ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഒരു അഗ്രിഗേറ്റ് കൺസംഷൻ ഫംഗ്ഷൻ ആയിട്ട് C1 is equal to B1 plus B2 beta YLT plus B3 WT. The consumption based on the life hypothesis, there is another figure. Here x-axis disposable income, y-axis consumption expenditure. Short run consumption function SCF is the long run, and short run consumption function is linear and has intercept rhythm, indicating that average propensity to consume declines. Average propensity to consume declines as income increases. This is the case that we can see. Here we can see the short run, long run consumption function. SCF 0, 1, 2, these are the short run. LCF is the long run. As wealth increases,
the short run consumption shift upwards and proportional to the long run. Since wealth increases over a period of time due to savings in the working short run, it also shift upwards. That is the intercept of this one. Increasing consumption function will be increasing as wealth grows. Over time, shift in the short run consumption function may trace a series of points on the long run consumption function. അതായത് വെൽത്തിൻ്റെ വർധനവോടുകൂടി കൺസംഷനിൽ മാറ്റങ്ങൾ വരും. ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നു അതാണ് അടുത്തത്. ഷോർട്ട് റൺ സ്റ്റെബിലൈസേഷൻ പോളിസി. എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തിയറി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. മാത്തമാറ്റിക്കൽ ഫിഗർ ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടു അത്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ സ്റ്റെബിലൈസേഷൻ പോളിസിക്ക് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. അതൊരു മോണിറ്ററി മെക്കാനിസമായി. ദ ഫാക്ട് ദാറ്റ് വെൽത്ത് എൻറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ്ലി ഇൻ ദ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ മീൻസ് മോണിറ്ററി പോളിസി ക്യാൻ എഫക്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് നോട്ട് ഓൺലി ത്രൂ ട്രഡീഷണൽ ചാനൽ ബട്ട് ഓൾസോ ത്രൂ ദ മാർക്കറ്റ് വാല്യൂ. അതായത് ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമല്ല, പക്ഷേ അസറ്റുകളുടെ മാർക്കറ്റ് വാല്യൂ മാറുമ്പോഴും ഇങ്ങനൊരു വേരിയേഷൻസ് കൺസംഷൻ ഫംഗ്ഷനിൽ ഉണ്ടാകാം. ഇനി ട്രാൻസിറ്ററി ടാക്സ്, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റംപ്റ്റ്സ് അറ്റ് റീസ്ട്രെയിനിങ് ഡിമാൻഡ് ത്രൂ ട്രാൻസിറ്ററി ഇൻകം ടാക്സ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു ഹാവ് സ്മോൾ ഇഫക്റ്റ്. അതായത് ഏതെങ്കിലും തരത്തിലെ ഇൻകം ട്രാൻസിറ്ററി ആയിട്ടുള്ള ഇൻകംസ് ലോട്ടറിയിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ഇൻകംസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ടാക്സ് ചെയ്ത് കഴിഞ്ഞാലൊന്നും അത്ര കൺസംഷനിലോ അല്ലെങ്കിൽ ഇൻകത്തിലോ മാറ്റം വരണമെന്നില്ല. അപ്പോൾ ടു ലോവർ സേവിങ് ബിക്കോസ് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ലൈഫ് റിസോഴ്സസ് വിച്ച് ആർ ലിറ്റിൽ എഫക്റ്റഡ് ബൈ ട്രാൻസിറ്ററി ടാക്സ് ചേഞ്ചിലൂടെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് അടുത്ത ഇംപ്ലിക്കേഷൻസ്. രണ്ടാമത്തെ ഇത് ഇപ്പം ആദ്യത്തത് നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത് 2 ലോങ് റൺ പ്രൊപ്പോസിഷൻസ് ആണ്. അതിൽ വരുന്ന ഒന്ന് കൺസംഷൻ ടാക്സ്. എ പ്രോഗ്രസീവ് ടാക്സ് ഓൺ കൺസംഷൻ ഇസ് മോർ ഇക്വിറ്റബിൾ ദാൻ വൺ ഓൺ കറണ്ട് ഇൻകം ബിക്കോസ് ഇറ്റ് മോർ നിയർലി ടാക്സസ് പെർമനൻറ്റ് ഇൻകം. ഇപ്പോൾ ഇതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് എപ്പോഴും ഒരു പ്രോഗ്രസീവ് ഇൻകം ടാക്സ്, പ്രോഗ്രസീവ് നമുക്കറിയാം ഇൻകത്തിനുള്ള വർധനവനുസരിച്ച് ടാക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇഫക്ട്സ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. എക്സ്പെൻഡിച്ചർ ഫിനാൻസ്ഡ് ബൈ ഡെഫിസിറ്റ് tends to be paid by future. Those financed by taxes are paid by the generation living today. The conclusion is based on the proposition that private saving being controlled by life cycle should be independent of the government. അപ്പം ഇതിൽ മെയിനായിട്ട് 2 രീതിയിലുള്ളതാണ് ലോങ് റൺ പ്രൊപ്പോസിഷനിൽ പറയുന്നത്. കൺസംഷൻ ടാക്സസിൽ അവർ പറയുന്നത് പ്രോഗ്രസീവ് ടാക്സസ് മോർ എഫക്റ്റീവ്. രണ്ടാമത്തെ കേസിൽ നമ്മളിവിടെ പറയുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിലും കൂടെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ഫിനാൻസ് ചെയ്യുന്നതെങ്കിൽ, പ്രിൻ്റ് ചെയ്യുന്നു, കടമെടുക്കുന്നു, ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിലുള്ള ജനറേഷൻസിന് അതൊരു തലവേദനയായിരിക്കും. അതല്ല, നമ്മൾ ടാക്സിലൂടെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ഇപ്പോഴത്തെ ജനറേഷനായിരിക്കും അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. നമുക്കിനി ഷോർട്ട് കമ്മിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആക്ലെ എന്ന വ്യക്തി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു കോൺഷ്യസ് ആയിട്ടുള്ള വിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. വിഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ഹൗസ് ഹോൾഡ് സൗണ്ട്സ് അൺറിയലിസ്റ്റിക്. അതായത് കോൺഷ്യസ് ആണ്, വിഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടാണ് ആക്ലേക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം നമ്മുടെ ഇൻകം എത്രത്തോളം ഉണ്ടാകാം, നമ്മൾ എത്രത്തോളം ലൈഫ് എക്സ്പെക്റ്റൻസി എത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ അത് അൺറിയലിസ്റ്റിക് ആയിട്ടാണ് ഇവിടെ ഹാക്ലി പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹൈലി ഇൻഅപ്രോപ്രിയേറ്റ് ടു ഹാവ് കംപ്ലീറ്റ് നോളേജ് ഓഫ് ഫാമിലീസ് ഫ്യൂച്ചർ സൈസ്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫാമിലിയുടെ സൈസ്, ഇപ്പം നമുക്ക് ഓരോ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വരാം.
അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല 2020 അല്ലെങ്കിൽ 2021 അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ സൈസ് എന്ന് പറയുന്നത് കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്. നമുക്ക് അപ്രതീക്ഷിതമാണതെല്ലാം. അപ്പോൾ അതും ഇതിലൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ് ഫെയിൽസ് ടു റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് ഇൻ ഡിറ്റർമൈനിങ് ദ റെസ്പോൺസ് ഓഫ് കൺസംഷൻ ടു ഇൻകം. നമുക്ക് ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. എപ്പോഴും നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത്, പണമെന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നതിൻ്റെ ആ ക്യാഷ് മോഡലിലല്ല നമ്മൾ എടുക്കുക. ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസിൻ്റെ റെസ്പോൺസസും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ തിയറിയിൽ കൃത്യമായിട്ട് പറയുന്നില്ല. അതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ക്രിറ്റിസിസം. അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് കണ്ടു. അതിൻ്റെ മെയിനായിട്ടുള്ള അസംഷൻസ്, അങ്ങനെയുള്ള തിയോറി ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഇതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് എന്നുള്ളതുമാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.